ഫ്രണ്ട്സ്, എറണാകുളത്ത് നിന്ന് പാലക്കാട് വരെ വെറും 35 രൂപയ്ക്ക് നിങ്ങൾക്ക് പാലക്കാട് പോവാം. അല്ലേ? അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ബസ്സിലാണെങ്കിൽ എത്ര രൂപ വരും ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ. പക്ഷേ ട്രെയിനിന് വെറും 35 രൂപയ്ക്ക് നമുക്ക് പാലക്കാട് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എറണാകുളം ജംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മെമു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എറണാകുളം പാലക്കാട് മെമു എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ യാത്ര, മെമു പാസഞ്ചർ. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഈ കിടക്കുന്ന ട്രെയിൻ നമ്മുടെ ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസ് ആട്ടോ. അത് രാവിലെ വന്ന റേക്കാണ്. നമ്മുടെ പഴയത് ഈ റേക്കിൻ്റെ ഇത് കണ്ട, ഈ കോച്ച് കണ്ട, തുരന്തോ എക്സ്പ്രസിൻ്റെ കോച്ച് ഉണ്ട്. ഇപ്പം എല്ലാ ട്രെയിനും ഒറ്റ കളറാണല്ലോ, റെഡ് കളറാണല്ലോ. ഇപ്പോൾ ഒരു ഭംഗിയില്ല. ഇപ്പോൾ എല്ലാ ട്രെയിനും പല പല കളറാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെ. പക്ഷെ എന്ത് പറയാനാണല്ലേ. നമ്മൾ എൻഡ് ടു എൻഡ് ആയിട്ടായിരിക്കണം ട്രിപ്പ് അടിക്കണം. ഇവിടെ നിന്ന് 2:45 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഒരു 6:30ക്കാണ് പാലക്കാട് എത്തേണ്ടത്. പക്ഷേ ഈ വണ്ടി 6 മണിയാകുമ്പോൾ എന്തായാലും പാലക്കാട് എത്തും. കാരണം അത്രയും ടൈം മതി. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കറക്റ്റ് 2:45 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ മെമ്മുവിൻ്റെ ഒരു പ്രത്യേകത 8 റേക്കുള്ളൂ, 8 കോച്ചുള്ളൂ കേട്ടോ. അത് വളരെ ഒരു പ്രശ്നമാണ്. 8 എന്നുള്ളത് 16 കോച്ചാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ ഈ നേരത്തെ നിങ്ങൾ എറണാകുളം ഷൊർണൂർ മെമ്മുവിനെ പാസഞ്ചർ, അതിന് 2 മെമ്മു സെറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് സർവീസ് നടത്തണം. അതുപോലെ ഇതും സർവീസ് നടത്തണം. കാരണം നല്ല തിരക്കാണ് ഈ വണ്ടിയിൽ. ഫ്രണ്ട്സ്, നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വെച്ച് നമ്മുടെ വണ്ടി എന്തായാലും ഫുള്ളാവട്ടെ, നല്ല തിരക്കാവും. കാരണം ഈ മെമ്മു ട്രെയിനിൽ പൈസ കുറവാണല്ലോ. ഉദാഹരണത്തിന് ചാലക്കുടി വരെയൊക്കെ യാത്ര ചെയ്യാനാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേഗം എത്തുകയും ചെയ്യുക, പൈസ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് ആൾക്കാർ ഇതിൽ എന്തായാലും കയറും. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ 1 മിനിറ്റിന് ശേഷം. ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എടപ്പള്ളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെമ്മുക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും 1 മിനിറ്റ് വെച്ചാണ് ഈ വണ്ടി നിർത്തുന്നത്. പെട്ടെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോപ്പിൽ വന്നിട്ട് പെട്ടെന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മെമ്മുവിൻ്റെ പുറകെ തന്നെ പൂനെ എക്സ്പ്രസ് ഉണ്ട്, അത് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി നിറച്ച് തിരക്കാട്ടാ. ഇതിനാകെ 8 കോച്ചുള്ളതുകൊണ്ടേ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇത് 8 എന്നുള്ളത് 2 റേക്ക് വെച്ച് യൂസ് ചെയ്തെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരുന്നേനെ. ആൾക്കാർക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. അതൊരു ഉപകാരമായിരുന്നു. എത്രയും പെട്ടെന്ന് റെയിൽവേ ഇതൊന്ന് കണ്ട് പരിഹരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്ന കോച്ച് 2019 ബിൽഡ് ചെയ്ത കോച്ചാട്ടെ, 2019. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്തൊരു റേക്ക് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ, എനിക്ക് തോന്നുന്നു, എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. ബുധനാഴ്ച ദിവസം മാത്രം ഓടുന്ന ഒരു വീക്കിലി വണ്ടി, അതാണെന്ന് തോന്നുന്നു. അതാണോ അല്ലെങ്കിൽ മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. എറണാകുളത്ത് നിന്ന് 2 ട്രെയിൻ ഡൽഹിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ 2 ട്രെയിനിൽ ഏതോ ഒരെണ്ണമാണ് ഈ ഇപ്പുറത്ത് കിടക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനാട്ടോ. നമ്മുടെ പൂനെ എക്സ്പ്രസ് പുറകെ വരുന്നുണ്ട്. എനിക്ക് തോന്നണം ഇപ്പോൾ ഈ പൂനെ എക്സ്പ്രസ് ശരിക്കും എനിക്ക് തോന്നണം ഓവർടേക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സാധാരണ ഈ മെമ്മു ലേറ്റ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് പാലക്കാട് കാരണം ഈ മെമ്മുവാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ കയറിയിരിക്കുന്ന ട്രെയിനിൻ്റെ പേരെന്ന് പറയുന്നത് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ്. ഇതിനെയാണ് മെമ്മു എന്ന് ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പാസഞ്ചർ സർവീസാണ്.
എക്സ്പ്രസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് അറിയായിരിക്കും, ഇത് ഈ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ പെട്ടെന്ന് എടുക്കും. മീൻസ് വന്ദേ ഭാരതൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ വണ്ടിയും എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മെമു ട്രെയിനുകൾ കേരളത്തിൽ പല പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളം, കൊല്ലം ആ ഒരു സ്ട്രെച്ചിൽ മെമു ഓടുന്നുണ്ട്. പിന്നെ കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ ഭാഗത്തോട്ട് കന്യാകുമാരി ഭാഗത്തോട്ട് ഒന്നോ രണ്ടോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുനലൂർ ഭാഗത്തോട്ട് മെമു ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തോട്ടും പിന്നെ അങ്ങോട്ടും. പിന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മംഗലപുരം അങ്ങോട്ട് ഒരു മെമു സർവീസ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മെമു സർവീസുകളുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ 2-3 ലൈനൊക്കെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴ പോലും സിംഗിൾ റൂട്ടാണ്. അപ്പോൾ അതൊക്കെ എന്ന് മാറുമെന്ന് അറിയില്ല. അപ്പോൾ റെയിൽവേ ഇത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ എറണാകുളം ഷൊർണൂർ മെമുവിൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായി. കാരണം ഞാൻ വിചാരിച്ച എന്താണെന്ന് പറഞ്ഞാൽ, ഈ എറണാകുളം നിലമ്പൂർ പാസഞ്ചർ മെമു അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഓടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഓടിക്കുന്നതെന്ന് പിന്നെ ഞാൻ വേർസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വണ്ടി ഈ എറണാകുളം ഷൊർണൂർ മെമു അത് ഷൊർണൂർ നിലമ്പൂറായിട്ട് ഇത് രാത്രി 8:30 ഇത് നിലമ്പൂരിലോട്ട് പോകും. പിന്നെ ആ റേക്ക് എന്നിട്ട് തിരിച്ച് രാവിലെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഷൊർണൂർ വന്നിട്ട് ഷൊർണൂരിൽ നിന്ന് അത് നേരെ കണ്ണൂരിലോട്ട് പോകും. കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് രാത്രി 10 മണിക്ക് എത്തിച്ചേർന്ന കണ്ണൂർ മെമു ആ റേക്ക് വെച്ചിട്ട് ഇവർ ഷൊർണൂർ എറണാകുളമായിട്ട് ഇവർ സർവീസ് നടത്തും. അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുക. അപ്പോൾ ഇത് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാട്ടാ. ഞാൻ ഇപ്പോഴാണ് അന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ ഞാനതിൽ കമൻ്റ് ഇട്ടായിരുന്നു. കാരണം എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നെന്നും പറഞ്ഞ്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച എന്താന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഫ്രണ്ട്സ്. നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ ഈ വണ്ടിക്ക് 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. പക്ഷെ എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാർ എന്തായാലും കയറാനുണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് പൈസ കുറവാണ്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം എത്തുകയും ചെയ്യും. അതാണ് കാര്യം. അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതിൻ്റെ ട്രെയിൻ നമ്പർ 666-109 66610. ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:45 പുറപ്പെട്ട് 6:30 റേഞ്ചിൽ ഇത് പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും ടൈമൊന്നും വേണ്ട. മെമു അല്ലേ, മെമു പാസഞ്ചർ ആയതുകൊണ്ട് അത്രയും ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി തിരിച്ച് 7:20 രാവിലെ പുറപ്പെട്ട് 11:15 ഇത് എവിടെ എത്തുന്നു? എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേർന്നു. ചില സമയത്ത് 11:15 എത്തിച്ചേരുന്നത്. ചില സമയത്ത് ഈ വണ്ടി 10:30 എറണാകുളത്ത് കയറുന്നതായിട്ട് കാണാറുണ്ട്. ലേറ്റ് ആയില്ലെങ്കിൽ ഇത് 10:30 എത്തും. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. പിന്നെ ഈ വണ്ടി ചൊവ്വാഴ്ച ദിവസം ഇത് മെയിൻ്റെനൻസ് ആയിരിക്കും. കാരണം ഈ കോച്ച് വൃത്തിയാക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അത് എനിക്ക് പാലക്കാട് അവിടെ വെച്ചാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുക. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാ കിടക്കുന്ന ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ 5:30 പുറപ്പെടുന്ന തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ ആട്ടോ അതാ കിടക്കുന്നത്. ആകെ തൃശ്ശൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന 2-3 വണ്ടികളുള്ളൂ. ഇവിടെ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്നും കയറാനുണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ട്രാക്ക് കണ്ട ഈ ലൈൻ എന്ന് പറയുന്നത് ഷൊർണൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. അപ്പോൾ ഈ 2 ലൈൻ, ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ലൈനും ഇവിടെ വെച്ച് കമ്പൈൻ ചെയ്ത് നമ്മളിപ്പോൾ പാലക്കാട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലക്കാട് ഭാഗത്തോട്ട്
അപ്പോൾ നമുക്ക് ഈ ട്രെയിനിലിരുന്ന് കാണാം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അവിടുത്തെ പ്ലാറ്റ്ഫോം ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാലക്കാട് ജില്ലയിലോട്ട് കടന്നപ്പോൾ എൻ്റെ പൊന്നോ ഭംഗിയുണ്ട. ഓഫ്, സൂപ്പർ, ഇത്ര മനോഹരമോ! ഇതൊക്കെ സാമ്പിളായിട്ട് നിങ്ങൾ ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്ക്. ഭംഗിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ ട്രെയിനിലിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ മഴയുള്ള ടൈമിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കണം ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ. ശരിക്കും പറഞ്ഞാൽ പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഏതൊരു സ്റ്റേഷനിൽ നിർത്താൻ പോവാട്ടോ. പക്ഷേ ട്രെയിനൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കൊന്ന് സ്റ്റേഷൻ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റേഷൻ ആക്കും കുറേ നാൾ കഴിയുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ എത്തിയിരിക്കട്ടെ. പാലക്കാട് ജംഗ്ഷൻ ബിഫോർ ടൈം അടിച്ചിട്ടാട്ടോ പിന്നെ 6:30ക്കാണ് എത്തേണ്ടത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു 6:15 6:10 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ വണ്ടി പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി മെയിൻ്റനൻസൊക്കെ കഴിഞ്ഞിട്ട് ബുധനാഴ്ച ഇത് 7:20 ഇത് നേരെ എറണാകുളത്തോട്ട് പോകും. അപ്പോൾ ചൊവ്വാഴ്ച ഈ വണ്ടി ഓടില്ല. ഞാൻ നേരത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴേ പറഞ്ഞു. അപ്പോൾ ചൊവ്വാഴ്ച ഇതിൻ്റെ മെയിൻ്റനൻസാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചായിരിക്കും മെയിൻ്റനൻസൊക്കെ. അപ്പോൾ ഇതേ ഒരു വണ്ടി അവിടെ കിടക്കുന്നത്, ഏതോ ഷൊർണൂർ ഭാഗത്തോട്ട് പോകുന്ന വണ്ടി ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.